വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അമൽനാഥ്. അക്ഷയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. അമൽനാഥ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അമലെ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? നമ്മള് ഒരുമിച്ച് കേറ്ററിങ്ങിന് പോയിട്ട് വരുന്ന വഴി നമ്മള് പനൂർ വരെ നമ്മള് 2 ബൈക്കിലായിട്ട് വന്നിട്ട് പനൂരിൽ നിന്ന് നമ്മള് 3 പേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ഏകദേശം എത്താറായി അടുത്ത് വെച്ചാണ് പുത്തൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോസ്റ്റും വീണ് ഒരു മരവും റോഡിൽ വീണ് കിടക്കുമായിരുന്നു. നിങ്ങൾ വന്നപ്പോഴേ അത് വീണ് കിടക്കുകയാണ്? വന്നപ്പോൾ വീണ് കിടക്കുമായിരുന്നു. നമ്മൾ അടുത്ത് എത്താറായപ്പോഴാണ് ഇത് കണ്ടത്. എന്ന് വെച്ചാൽ അടുത്ത് എത്തിയപ്പോഴാണ് കണ്ടത്. ദൂരെ നിന്ന് വേറെ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടില്ല. അടുത്തെത്തിയപ്പം കണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ആ കമ്പിൽ ഇടിച്ച് നമ്മൾ തെറിച്ച് വീണ്. ബാക്കിലിരുന്ന ഞാനും പിന്നെ ചേട്ടനും തെറിച്ച് വീണ്. ഇവനെ കിച്ചു ആണെങ്കിൽ അവിടെ തന്നെ ബൈക്കിൽ കാലായി അവിടെ തന്നെ കിടക്കുമായിരുന്നു. നമ്മൾ വീണ് എണിച്ചു വന്ന് ഇവനെ പിടിച്ചതും നമ്മളെ ഷോക്കടിച്ച്. ഇവന്റെ ദേഹത്ത് ഇറത്തുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ കാലിൽ കൂടെ ലൈൻ കമ്പ് ചെയ്ത് പോണ കണ്ട് നമ്മള് കമ്പും ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇത് പൊക്കാൻ നോക്കിയിട്ട് അവനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ എറുത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അവനെ ഇത് നോക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് 2 ചേട്ടന്മാരൊക്കെ വന്ന് അവർക്കൊന്ന് പിന്നെ ബാക്കി നാട്ടുകാരെയൊക്കെ വിളിച്ച് പിന്നെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരിയാണ് നമ്മൾ അവനെ കാലിൽ കൂടെ ഇട്ടാണ് പിടിച്ച് നീക്കി കിടത്തിയത്. എന്നിട്ടാണ് അത്ര നേരം അവനെ ഷോക്ക് കയറ്റി. അപ്പൊ അവന്റെ ബോധമില്ലായിരുന്നു. നമ്മൾ CPR ഒക്കെ കൊടുത്ത് അടുത്തുള്ള ചേട്ടന്റെ കാർ കയറ്റിയാണ് അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്.